പ്രായമായപ്പോഴും വീടിന്റെ സുരക്ഷിതത്വത്തിൽ ഒതുങ്ങിക്കൂടാൻ മേരിയറ്റ് മക്ഫർലാൻഡ് ഒരുക്കമായിരുന്നില്ല. പണ്ടേ കൂടെ കൂടിയ ആഗ്രഹം നടപ്പിലാക്കാൻ ഇറങ്ങിത്തിരിച്ചു. 90-ാം വയസ്സിൽ പഠിച്ച് ഡിഗ്രി എടുത്തു. വടക്കൻ അയർലൻഡിലെ ലണ്ടൻഡെറിയാണ് മേരിയറ്റിന്റെ സ്വദേശം. 3 കൊല്ലം മുമ്പാണ് ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ബിരുദത്തിന് ചേർന്നത്. ഇംഗ്ലീഷ് സാഹിത്യമായിരുന്നു വിഷയം. പഠനം പേരക്കുട്ടികളുടെ പ്രായമുള്ളവർക്കൊപ്പമായിരുന്നു. ആദ്യമൊക്കെ പുസ്തകത്തിലുള്ളത് പഠിച്ചെടുക്കാൻ പ്രയാസപ്പെട്ടു. ഇന്ന് പഠിച്ചത് നാളേക്ക് മറക്കുമെന്ന സ്ഥിതി. പയ്യെ പയ്യെ ആ പ്രശ്നവും പരിഹരിക്കപ്പെട്ടു. ബെൽഫാസ്റ്റിലെ വാട്ടർഫ്രണ്ട് ഹാളിലായിരുന്നു പ്രൗഢഗംഭീരമായ ബിരുദദാന ചടങ്ങ്. 300-ലധികം ബിരുദധാരികളിൽ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി മേരിയറ്റായിരുന്നു. അതുകൊണ്ട് തന്നെ ചടങ്ങിലെ പ്രധാന ആകർഷണ കേന്ദ്രവും അവരായിരുന്നു. പഴയ സ്വപ്നമാണ് പൂവണിഞ്ഞതെന്ന് മേരിയറ്റ് പറഞ്ഞു. 1960-ൽ ഡംബ്ലിനിൽ യൂണിവേഴ്സിറ്റിയിൽ ബിരുദത്തിന് ചേർന്നിരുന്നു. കുറച്ചു ദിവസം ക്ലാസ്സിൽ പോയി. അപ്പോഴേക്കും കല്യാണം കഴിഞ്ഞു. അതോടെ പഠിത്തം മുടങ്ങി. പിന്നെ വീട്ടുകാര്യങ്ങളായി, കുട്ടികളായി, പ്രാരാബ്ധമായി. വീണ്ടും പഠിക്കണമെന്ന് ഇടയ്ക്കൊക്കെ തോന്നും. പക്ഷേ പല തടസ്സങ്ങൾ മുന്നിലുണ്ടാകും. നാല് വർഷം മുമ്പ് സംഭവിച്ച കാർ അപകടമാണ് വഴിത്തിരിവായത്. ചികിത്സ കഴിഞ്ഞ് വിശ്രമത്തിലിരിക്കെ പഴയ ആഗ്രഹം തികട്ടി വന്നു. പഠിക്കണമെന്ന് മനസ്സിലുറപ്പിച്ചു. ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ ഓൺലൈൻ പഠനത്തിന് ആദ്യം വെല്ലുവിളിയായത് കമ്പ്യൂട്ടർ ഉപയോഗമാണ്. പേരക്കുട്ടികൾ സഹായിച്ചതോടെ ഒറ്റയ്ക്ക് കമ്പ്യൂട്ടർ ഉപയോഗിക്കാമെന്നായി. പിന്നെ എല്ലാം എളുപ്പമായി. മേരിയറ്റിന് 4 മക്കളും പേരക്കുട്ടികളും അവരുടെ മക്കളും ഒക്കെയായി വലിയ കുടുംബമാണ്. പഠനത്തിൽ കുടുംബാംഗങ്ങൾ നൽകിയ പിന്തുണ വളരെ വലുതായിരുന്നു. മകൾ ഷൗന ഗൈലിയാണ് ബിരുദദാന ചടങ്ങിന് ഒപ്പം പോയത്. ഏറ്റവും പ്രായം കൂടിയ ബിരുദധാരികളിൽ ഒരാളായി മാറിയ മേരിയറ്റിന്റെ കഥ പഠനത്തിന് പ്രായം തടസ്സമല്ലെന്ന സന്ദേശമാണ് നൽകുന്നത്. ന്യൂസ് ഡെസ്ക് NC ന്യൂസ്. MC ന്യൂസ്, കനേഡിയൻ മലയാളികളുടെ വാർത്താജാലകം.